നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജൻറ്റീനയുടെ അടുത്ത 2 മത്സരങ്ങൾക്കായിട്ടുള്ള സ്ക്വാഡിനെ വെള്ളിയാഴ്ച ഫൈനലൈസ് ചെയ്യുമ്പോൾ അതിൽ ചില പ്രധാനപ്പെട്ട താരങ്ങൾ മിസ്സിംഗ് ആണ്. അതാരൊക്കെയാണ്, എന്തുകൊണ്ടാണ് അവർ പുറത്തായത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണ്. എന്തായാലും 2 മത്സരങ്ങൾക്കായിട്ടുള്ള അർജൻറ്റീനയുടെ ട്രെയിനിങ് ക്യാമ്പ് എസൈസ പ്രോപ്പർട്ടിയിൽ പുരോഗമിക്കുകയാണ്. ലിയോ മെസ്സിയൊക്കെ സ്ക്വാഡിനോടൊപ്പം ചേർന്ന് കാര്യങ്ങൾ തകൃതിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ മത്സരം നടക്കുന്നത് വ്യാഴാഴ്ചയാണ്. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ വെള്ളിയാഴ്ച പുലർച്ചെ 6:30 അവർ ചിലിക്കെതിരെ കളിക്കുന്നത്. രണ്ടാമത്തെ മത്സരം നടക്കുന്നത് ജൂൺ 11 പുലർച്ചെ 5:30 കൊളംബിയക്കെതിരെയാണ്. ഓൾറെഡി വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുള്ള ടീമാണ് അർജൻറ്റീന. എങ്കിലും മികച്ച രൂപത്തിൽ വിജയിച്ചുകൊണ്ട് തന്നെ ഈ സൈക്കിൾ അവസാനിപ്പിക്കാനായിരിക്കും അവർ പരിശ്രമിക്കുക. ഈ സ്ക്വാഡിലേക്ക് പക്ഷേ ചില പ്രധാന താരങ്ങളില്ല. അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നോക്കുമ്പോൾ, ഒന്ന് അലക്സിസ് മാക്കലിസ്റ്റർ, അതൊരു പ്രധാനപ്പെട്ട മിസ്സിംഗ് ആണ്. ലിവർപൂളിൻ്റെ സൂപ്പർ താരം ഈ സ്ക്വാഡിലേക്ക് ഇല്ല. പിന്നെ അലയാൻദ്രോ ഗർനാച്ചോ ഇല്ല, വാലന്റിൻ കസ്റ്റയോനസ് ഇല്ല, യുവാൻ നർദോണി ഇല്ല. നർദോണി ഫസ്റ്റ് കോളപ്പ് അദ്ദേഹത്തിന് ലഭിക്കുമെന്നുള്ള വാർത്തകൾ വ്യാപകമായി വന്നിരുന്നു. അത് അർജൻറ്റീൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അവസാന സ്ക്വാഡിൽ അദ്ദേഹത്തിന് ഇടം കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെയൊക്കെ റീസൺ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അലക്സിസ് മാക്കലിസ്റ്റർ ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം, മസിൽ ഇഞ്ചുറി ഉണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ 100% ഒരു ഫിറ്റ്നസ്സോടുകൂടി അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഒഴിവാക്കുന്നത്. അലക്സിസ് മാക്കലിസ്റ്റർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് സംസാരിക്കേണ്ടത്. അർജൻറ്റീൻ ദേശീയ ടീമിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് വലിയ നിരാശയുണ്ട്, വേദനയുണ്ട്. പക്ഷേ കുറച്ച് നാളുകളായിട്ട് എന്നെ ഈ ഒരു ഇഞ്ചുറി ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ്. ഇനി വേൾഡ് കപ്പിനൊക്കെ തൊട്ടരികിലാണല്ലോ നമ്മളുള്ളത്. ഒരു വർഷത്തിനോടൊക്കെ അടുത്ത വേൾഡ് കപ്പ് ഉണ്ട്. അപ്പോൾ കൂടുതൽ പരിക്ക് വഷളാവാതിരിക്കുക എന്ന് തന്നെയാണ് പ്രധാനം എന്ന് അലക്സിസ് മാക്കലിസ്റ്റർ തന്നെ പറയുന്നു. സോ മാക്കലിസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് പകരം ബയർ ലെവർക്യൂസിൻ്റെ എമിലിയാനോ ബ്യൂണ്ടിയയെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലയണൽ സ്കലോനി. അതേസമയം റേസിങ്ങിന് താരമായിട്ടുള്ള യുവാൻ നർദോണി സ്ക്വാഡിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെട്ട ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തെ ഒടുവിൽ സ്ക്വാഡിൽ ഉൾപ്പെടുത്തണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. പകരം വലൻസിയ എന്തായാലും സ്ക്വാഡിലുണ്ട്. വലൻസിയയുടെ മോസ്റ്റ് ഇംപ്രസീവ് പ്ലേയേഴ്സിൽ ഒരാളായിട്ടുള്ള താരത്തെ ഇപ്പോൾ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പുറത്തായ മറ്റൊരാൾ അലയാൻദ്രോ ഗർനാച്ചോയാണ്. അത് പിന്നെ എല്ലാവർക്കും അറിയാം, അത് ഫുട്ബോളിംഗ് റീസൺ കാരണമാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്താതിരിക്കുന്നത്. കോച്ചിൻ്റെ ടാക്ടിക്സിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഇടമില്ല. ഇപ്പോൾ കഴിഞ്ഞ ഡബിൾ ഡേറ്റിനും അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പതുക്കെ അദ്ദേഹത്തിൻ്റെ അർജൻറ്റീൻ ദേശീയ ടീമിലെ ഗ്രൗണ്ട് നഷ്ടപ്പെടുകയാണ് എന്ന വാർത്തകൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. കൃത്യമായിട്ട് അത് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യു ക്യാൻ സീ ഹൗ ഹീ ഈസ് ഗ്രാജുവലി ലൂസിങ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിശദീകരിക്കുന്നുണ്ട്. അപ്പം അലയാൻദ്രോ ഗർനാച്ചോക്ക് കാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ലാത്ത രൂപത്തിലാണ് ഇപ്പോൾ അർജൻറ്റീൻ ദേശീയ ടീമിലും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സംതിങ് സിമിലർ ഈസ് ഹാപ്പനിങ് ഫോർ ടാറ്റി കസ്റ്റയോനസ്. അദ്ദേഹത്തിന് ഈ ഒരു കോളപ്പ് മാർച്ചിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ടാക്റ്റിക്കൽ റീസൺ കാരണമാണ്. ഇപ്പോൾ ഈ ലിസ്റ്റിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ചില പ്രമുഖ താരങ്ങളെ ഉൾപ്പെടുത്താതെയാണ് അർജൻറ്റീന മുന്നോട്ട് പോകുന്നത്. അതേസമയം യുവതാരങ്ങൾ മസ്റ്ററിനെ പോലെയുള്ള യുവതാരങ്ങളെ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ട്. ഭാവിയിലേക്ക് കൂടി ടീമിനെ മുൻകൂട്ടി കണ്ട് പരിവർത്തനം ചെയ്തെടുക്കുകയാണ് സ്കലോനി ഇപ്പോൾ ചെയ്യുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.